ഒരുപാടൊന്നും മെനക്കെടാനും വയ്യ, എന്നാൽ ഗസ്റ്റിനെ ഒന്ന് ഇംപ്രസ് ചെയ്യുകയും വേണം. എന്നാൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയേ. ഏത് ഗസ്റ്റും ഇംപ്രസ്ഡ് ആവാൻ ഈ ഒരൊറ്റ റെസിപ്പി മതി. ഒരു പാനിൽ 5 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് 1/2 കപ്പ് വെള്ളവും 3 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ചൈന ഗ്രാസും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിൽ 1/2 കപ്പ് വെള്ളം, 5 ഗ്രാം ചൈന ഗ്രാസ്, 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൈയെടുക്കാതെ നന്നായി ഇളക്കി ഈ ചൈന ഗ്രാസും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പാലും 1 പീസ് ബട്ടറും ചേർത്ത് ചെറു തീയിൽ ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1 ടീസ്പൂൺ ബൂസ്റ്റും ചേർത്ത് നന്നായി തിളപ്പിച്ച് തീ ഓഫാക്കി ചൂടാറാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ സെറ്റാവാനായി മാറ്റിവെച്ചിരുന്ന കോഫി ജെല്ലീസ് ചെറിയ സ്ക്വയേഴ്സുകളായി കട്ട് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിൽ കുറച്ച് ജെല്ലീസ് നിരത്തി വെച്ച് ചെറു ചൂടോടുകൂടി ഈ പാലും ബട്ടറും ഒക്കെ ചേർന്ന മിക്സ് അരിച്ചൊഴിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ മാറ്റിവെച്ചിരുന്ന ബാക്കി കോഫി ജെല്ലീസും ചേർത്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മൾ ഈ പുഡിംഗ് എടുത്ത് നോക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ഇൻസ്റ്റൻറ്റ് കോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ ഈ ഒരു ഒറ്റ പുഡിംഗ് മതി. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.